മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താനാകില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാട് മന്ത്രിയുടെ പ്രസ്താവന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഡാമിന്റെ ജലനിരപ്പ് 152 അടിയാക്കുമെന്നായിരുന്നു തമിഴ്നാട് മന്ത്രി ഐ പെരിയസാമിയുടെ പ്രസ്താവന. അടിയാക്കുമെന്നും ഇത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും DMK ഭരണത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്നുമായിരുന്നു തമിഴ് മന്ത്രി ഐ പെരിയസാമിയുടെ പ്രതികരണം. உச்சநீதிமன்ற தீர்ப்பு அந்த 10 ஆண்டுகளா இதுவரைக்கும் நிறைய அமைச்சர்கள் மற்ற எல்லாருமே இதை சொல்லிட்டு போறாங்க. இறுதியாக 152 அடி அப்படின்றது அது ஒரு கனவாகவே போயிருமா அப்படின்ற ஒரு கேள்வி இருக்கு. நனவாகும். திமுக ஆட்சியில நனவாகும். ഇതിനെതിരെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്ത് വന്നത്. അത് ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് നിലവിൽ സുപ്രീം കോടതിയുടെ പക്കലിരിക്കുന്ന ഒരു കേസ്, അതോടൊപ്പം 142 അടി വരെ ജലനിരപ്പ് ഉയർത്തി നിർത്തുന്നതിന് സാധിക്കത്തക്ക നിലയിലുള്ള സാഹചര്യം മാത്രമാണ് നിലവിലുള്ളത്. അതങ്ങനെ നിലനിൽക്കണമെങ്കിലും റൂൾ കർവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഘട്ടത്തിലും എത്ര നില വരെ ഉയരാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പരിശോധനയുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. 2018-ലും 19-ലും ഉണ്ടായ പ്രളയവും പ്രളയാനന്തര സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് 139 അടിയിൽ നിജപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞ കാര്യവും കൂടി നമുക്കിതിനിടയിൽ കാണേണ്ടതായിട്ട് വരും. പുതിയ ഡാം ഉണ്ടാക്കണമെന്നാണ് കേരളത്തിന്റെ താൽപ്പര്യം. 2 സംസ്ഥാനങ്ങളുടെയും താൽപ്പര്യം സംരക്ഷിക്കണം. സംസ്ഥാനത്തിന്റെ താൽപ്പര്യം സംരക്ഷിക്കുമെന്നും റോഷി വ്യക്തമാക്കി. കേരളത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കേണ്ടതില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നൊരു വിഷയമുണ്ട്. സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കലെന്ന് പറയുന്നത് ഇവിടെ ഒരു പുതിയ ഡാം ഉണ്ടാകുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതിനോടൊപ്പം തന്നെ തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകരുത്. തമിഴ്നാടിന് വെള്ളം കൊടുക്കാം. ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായും അതോടൊപ്പം നമ്മുടെ ജീവൽ പ്രശ്നമായും കണ്ടുകൊണ്ട് ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്നുള്ള കൺസെപ്റ്റ് തമിഴ്നാടും കേരളവും തമ്മിൽ ആലോചിച്ച് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. കോട്ടയത്തായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.